ഇന്നേ ദിവസം ഈശോ നമുക്ക് നൽകുന്നൊരു ശക്തമായ സന്ദേശം: നീ നിന്ദിക്കപ്പെട്ടിടത്ത് ദൈവം നിന്നെ മാനിച്ചുയർത്തും. നീ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ എവിടെയാണോ പിശാച് ലോകവും നിന്നെ തകർക്കാൻ നോക്കിയത്, അവിടെ ദൈവം നിനക്ക് മാന്യത നൽകി നിന്നെ ഉയർത്തും. മാന്യത നൽകി ഉയർത്തും. നീ മെസ്സേജിനെ ഒന്ന് റിസീവ് ചെയ്തേ. നീ നിന്ദിക്കപ്പെട്ടിടത്ത്, നിന്ദിച്ച സ്ഥലത്ത് നിനക്ക് മാന്യത നൽകി നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ലോകവും മനുഷ്യനും, ഈ രണ്ട് തലങ്ങൾ ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തുകയും കളിയാക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? നിന്ദിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ? എന്തൊക്കെയാ ഈ ലോകവും മനുഷ്യനും പിശാചും? ഈ മൂന്ന് സംഭവങ്ങൾ ഒരു ദൈവവിശ്വാസിനെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ, ദുഷ്ടാരൂപിയും മനുഷ്യരും ലോകവും, ഈ മൂന്ന് തലങ്ങളാണ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ബൈബിൾ പ്രകാരം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ചിലപ്പം ലോകാരൂപി മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തും. പിന്നെ ആരെ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതയുള്ളത്? മനുഷ്യരിൽ നിന്ന് തന്നെ. എല്ലാ മനുഷ്യരിൽ നിന്നും അല്ല കേട്ടോ പറയുന്നത്. ഈ ലോകാരൂപിയും പിശാചിന് ഇൻഫ്ലുവൻസും ഉള്ള മനുഷ്യരിൽ നിന്ന് ഇങ്ങനെ അസ്വസ്ഥതകൾ വരുമ്പോൾ, എല്ലാ മനുഷ്യരും അങ്ങനെയാണെന്ന് ദൈവം പറയുന്നില്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, കർത്താവിനെ ഒരുപാട് പേര് ലോകാരൂപിയിലും ഈ മനുഷ്യരായിട്ടുള്ളവർ പിശാചിന് ഇൻഫ്ലുവൻസിലും ഉപദ്രവിക്കാൻ നോക്കി. അപ്പോഴൊക്കെ ദൈവം കർത്താവിന് അനുകൂലമായിട്ട്, യേശുവിന് അനുകൂലമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതേ യാത്രയാണ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ദൈവം നിന്നെ മാറ്റി നിർത്തത്തില്ല എന്ന് പറയുമ്പോൾ, ദൈവം ചില വ്യക്തികളെ നിനക്ക് അനുകൂലമായി എഴുന്നേൽപ്പിക്കും. ദൈവം ചില വ്യക്തികളെ നിനക്ക് സഹായമായി അയക്കും. ദൈവം തൻ്റെ മാലാഖമാരെ തന്നെ നിനക്ക് സഹായമായി അനുകൂലമായി അയക്കും. സങ്കീർത്തനം 91 നമ്മൾ കാണുന്നുണ്ട്, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവൻ ദൂതനെ നിനക്കായി സംരക്ഷണത്തിനായി അയക്കും. ആ ദൂതന്മാർ കടന്നു വരും നിനക്ക് വേണ്ടി, വ്യക്തികൾ കടന്നു വരും നിനക്ക് വേണ്ടി. അങ്ങനെ ദൈവത്താൽ അയക്കപ്പെട്ടവർ നിനക്ക് വേണ്ടി കടന്നു വരും. വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് ഏതെങ്കിലും വിധത്തിൽ ഉള്ള ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ഇനി ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുക. എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെ തന്നെ ദൈവം നിന്നെ മാനിച്ചുയർത്തും. ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. അപ്പം നമ്മൾ ചോദിക്കും, ദൈവമേ, എന്തിനാണ് ഈ ലോകത്തെയും ഈ പിശാചിനെയും അതുപോലെ ഈ ലോകാരൂപിയിലും പിശാചിൻ്റെ അരൂപിയിലുള്ള മനുഷ്യർ ഞങ്ങളെ ഉപദ്രവിക്കാനിടയായത്? കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കും നമ്മൾ കാണുന്നതിന്, കർത്താവിനൊരു ക്രൂശീകരണം ഉണ്ടായിരുന്നു. ആ ക്രൂശി കടന്നുകൊണ്ട് കർത്താവ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താ? ഏറ്റവും വലിയ മിറക്കിൾ. അവിടെ കടന്നുകൊണ്ട് യേശു തന്നെ ക്രൂശിക്കുന്നവരോട് ക്ഷമിക്കുകയാണ്. ആ ക്യാരക്ടറാണ്, അതായത് ദൈവത്തിൻ്റെ ക്യാരക്ടർ. ദൈവപുത്രൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതിനുശേഷം നടക്കുന്നതെന്ന് ഉത്ഥാനമാണ്, റിസറക്ഷനാണ്. മരിക്കുന്നു, അപ്പോൾ ക്ഷമിക്കുന്നു. ലോകത്തിന് മുന്നിൽ അവൻ അവസാനിച്ചു, തീർന്നു, അല്ലേ? അവരാഘോഷിക്കുകയാണ്, കളിയാക്കുകയാണ്, ചിരിക്കുകയാണ്, തീർന്നു, അവൻ്റെ അവസാനമായി. പക്ഷേ ആ അവസാനമായെന്ന് അവരാരെക്കുറിച്ചാണോ പറയുന്നത്? ആ പറയുന്ന ആൾ ക്രൂശിൽ കടന്നുകൊണ്ട് അവരെ നോക്കി അവരോട് ക്ഷമിക്കുകയാണ്. ആ സമയത്ത് വെളിപ്പെട്ട ഒരു പവർ, ദുഃഖവെള്ളിയാഴ്ച ഇറങ്ങിയൊരു പവർ, ഈസ്റ്റർ ദിവസം കല്ലറകളെ ഭേദിച്ച് ഉത്ഥാനത്തിലേക്ക് നയിക്കപ്പെട്ട ആ പവർ ഈ ഭൂമിയിലുണ്ട്. ആ പവർ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടവരാണ്. റിസറക്ഷൻ പവർ ഇത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും അനുഭവിക്കാം. യേശുവിനെ വിശ്വസിക്കുമ്പോൾ, വിശ്വസിച്ചതിൻ്റെ പേരിൽ നിന്ന് വിശ്വസിച്ച ആ വിശ്വാസത്തിലുള്ള യാത്രയിൽ ഒറ്റപ്പെടലുകളും നിന്ദനങ്ങളും ഒക്കെ വരികയോ, അല്ലെങ്കിൽ ലോകാരൂപി പിശാചും വ്യക്തികളിലൂടെ ഉപദ്രവിക്കുകയോ ചെയ്തെങ്കിൽ, ആ വിശ്വാസത്തിലൂടെയുള്ള യാത്രയിൽ നീ ക്രൂശിക്കപ്പെട്ടെങ്കിൽ, ആ വിശ്വാസത്തിൽ യേശുവിൽ നീ ആയിരിക്കുമ്പോൾ, യേശുവിലൂടെ നീ അവരോട് ക്ഷമിക്കുമ്പോൾ, യേശുവിലൂടെയുള്ള ഉത്ഥാനവും നിന്നെ തേടി നിനക്കായി കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസിനെ പഠിപ്പിക്കുന്നത്, യേശുവിനെ മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത അതേ ശക്തി ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് ഇന്ന് എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് ആ സ്ഥലത്ത് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്, നിന്ദിച്ചവർക്കെതിരെ വെറുപ്പെറുക്കാനല്ല, അവരോട് ക്ഷമിക്കുക, മുൻപോട്ട് പോവുക. വിശ്വാസത്തിൽ യേശുവിനെ മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത പവർ
എവിടെയാണോ ആ കല്ലറ, യേശുവിൻ്റെ കല്ലറ ഉണ്ടായിരുന്ന ആ കല്ലറയ്ക്കകത്തോട്ടാണ് വന്നത്. ആ പവർ നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്തോട്ട് വരും. അവിടെ നിൻ്റെ മേൽ ഈ പവർ വരുന്ന സമയത്ത് ഈ അഭിഷേകമാണ് ദുഷ്ടശക്തികളെ, ദുഷ്ടാരൂപികളെ, ലോകശക്തികളെ തകർക്കുന്നത്. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ അഭിഷേകം നമ്മുടെ നടുവിൽ ഇതാ വെളിപ്പെടുന്നു. ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യുന്ന അഭിഷേകം. യെശയ്യാ 54:17, യോഹന്നാൻ 19:30, ലൂക്ക 10:16 വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ, 1 പത്രോസ് 1:23 വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടുന്നതിനെ നന്ദി പറയുന്നു. കർത്താവേ, ആ അഭിഷേകം, ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ അഭിഷേകം, ആധിപത്യങ്ങളെയും അധികാരങ്ങളെ അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. ഇന്ന് ആ കർത്താവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനെ നന്ദി പറയുന്നു. നമ്മൾ എത്രമാത്രം യേശുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ക്ഷമിക്കുന്നോ അത്രമാത്രം ഉത്ഥാനത്തിൻ്റെ അഭിഷേകത്തെ നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. ഇന്ന് തളർന്നിരിക്കുന്ന എല്ലാ മക്കളിലേക്കും എല്ലാവരിലേക്കും യേശുവിൻ്റെ അഭിഷേകം കടന്നു വരുന്നതിനായി നന്ദി പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഈ ഒരു മെസ്സേജ് കർത്താവിൻ്റെ ഉള്ളിൽ തന്നിട്ട് ഇന്ന് രാവിലെ മുതൽ ഇത് പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയാകാം, 2 പേർക്ക് വേണ്ടിയാകാം. പ്രാർത്ഥനയ്ക്കിടെ ദൈവം തരുന്ന മെസ്സേജ് ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയാണ്. അത് പങ്കുവെച്ച് കഴിയുമ്പോൾ ഐ ഫീൽ റിലീവ്ഡ്. കാരണം നമ്മളൊക്കെ ഒരു യാത്രയിലാണ്, പല കാര്യത്തിലൂടെ കയറി ഇറങ്ങി പോകുന്നു. പരസ്പരം പ്രാർത്ഥിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചലഞ്ചിങ് മിനിസ്ട്രിയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഗോഡ് ബ്ലസ്.